പ്രിയപ്പെട്ടവരെ, അതും മറ്റാരുമല്ല, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇത് പറഞ്ഞത് ഒരു ബ്രാഹ്മണനാണ്, ഒരു വലിയ തത്വജ്ഞാനിയാണ്. മാത്രമല്ല, സത്യത്തിനു വേണ്ടി അന്വേഷിച്ചിറങ്ങിയ, ജീവിതം യേശുവിന്റെ മുൻപിൽ കൊണ്ടടിയറ വെച്ച ഒരു മഹാരഥനാണ്. അദ്ദേഹത്തിന്റെ പേര് സുധാകര മേനോൻ എന്നാണ്. വലിയൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കിയതെന്ന് നിങ്ങൾക്ക് കേൾക്കണമോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് 18 ഡോക്ടറേറ്റ് ബിരുദമുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മദ്രാസിലാണ് പോയി താമസിച്ചിരുന്നത്. ഈ സുധാകര മേനോൻ ഒരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം സർവേപ്പള്ളി രാധാകൃഷ്ണനെ കുറിച്ച് നന്നായി പഠിച്ചിരുന്നത് കൊണ്ട്, അദ്ദേഹത്തോടുകൂടെ പരിചയിച്ചും സഹകരിച്ചും ഇരുന്ന ആളായതുകൊണ്ട് നന്നായി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധാകര മേനോന് ഹൃദയത്തിലൊരു അഭിവാഞ്ച. എന്റെ ജീവിതത്തിൽ ഒരു ഗുരുവിനെ ഇതുവരെയും ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല, എനിക്കൊരു ഗുരുവിനെ കണ്ടെത്തണം. അങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്മൃതിപഥത്തിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ രൂപം തെളിഞ്ഞു വന്നു. അടുത്തറിഞ്ഞ കൂട്ടത്തിൽ ഇത്രയും ഭക്തനും പണ്ഡിതനും തത്വജ്ഞാനിയും ലോകം ബഹുമാനിച്ചിരുന്ന മഹാരഥനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ മതി എന്റെ ഗുരു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം മദ്രാസിൽ ചെന്നു. അവിടെ ചെന്നിട്ട് താൻ രാധാകൃഷ്ണനെ സമീപിച്ചിട്ട് സാവകാശത്തിൽ താൻ തന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ മുൻപിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. എനിക്കൊരു കാര്യം അങ്ങേ അറിയിക്കാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഗുരുസ്ഥാനീയനായി ഞാൻ ആരെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. അങ്ങ് എന്റെ ഗുരുസ്ഥാനം ഏറ്റെടുക്കണം. അതിനുവേണ്ടിയുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ അങ്ങേ ഇപ്പോൾ സമീപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ വളരെ വിനയാന്വിതനായി അപേക്ഷിച്ചപ്പോൾ പെട്ടെന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇരുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നോ മിസ്റ്റർ സുധാകർ, ഒരിക്കലും അത് സാധ്യമല്ല. നിന്റെ ആഗ്രഹം നല്ലത് തന്നെ. അതിന് പറ്റിയ ഒരാൾ ഞാനല്ല. ഞാൻ നിനക്കൊരാളെ കാണിച്ചു തരാം. മറ്റാരുമല്ല, the Lord and Savior Jesus Christ. യേശു ക്രിസ്തു പറ്റിയ ഗുരുവാണ് നിനക്ക്. നീ അതുകൊണ്ട് സുവിശേഷങ്ങൾ വായിച്ചു പഠിക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങൾ വായിച്ചു പഠിച്ചാൽ നിനക്ക് ബോധ്യമാവുകയാണെങ്കിൽ നീ അദ്ദേഹത്തെ ഗുരുസ്ഥാനീയനായി കരുതിക്കൊള്ളുക. അത് കേട്ടിട്ട് ഡോക്ടർ സുധാകര മേനോൻ നാട്ടിൽ വന്നു. യേശുവിന്റെ സുവിശേഷം രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വാങ്ങി വായിച്ചു പഠിച്ചു. അതിലുള്ള അന്തസത്തകളെ ഉൾക്കൊണ്ടതിന് ശേഷം തനിക്ക് മനസ്സിലായി രാധാകൃഷ്ണൻ പറഞ്ഞത് എത്രയോ കറക്റ്റ്, അത്ഭുതകരമായ ഈ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ പോലെ ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ജീവചരിത്രമുള്ള ഒരാള് സർവോപരി മരണത്തിൽ നിന്ന് പോലും അതിനെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ഈ മനുഷ്യൻ എന്റെ ഗുരുസ്ഥാനീയൻ തന്നെ. ഞാൻ അദ്ദേഹത്തെ ശിരസാ വഹിക്കുന്നു, അദ്ദേഹത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ തിരുവായ്മൊഴികളെല്ലാം താൻ അനുസരിച്ചു. അദ്ദേഹം പിന്നെ പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടി യേശുവിനെ പ്രസംഗിക്കുവാൻ ലോകം മുഴുവനും സഞ്ചരിച്ചു എന്ന് ചരിത്രത്തിൽ ഞാൻ കാണുന്നുണ്ട്. എന്റെ ചെറുപ്പകാലത്തൊരിക്കൽ ആലപ്പുഴ YMCA-യിൽ പാൾ സുധാകർ എന്ന പേര് ഇട്ടുകൊണ്ട് സുധാകര മേനോൻ വന്ന് പ്രസംഗിച്ചതും യേശുവിനെ പ്രകീർത്തിച്ചതും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, അങ്ങനെ ഒരു യേശു നമ്മുടെ ജീവിതത്തിൽ തന്ന ഉപദേശം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയുമ്പോൾ ഒന്നുകൂടെ ഓർപ്പിച്ചു,
നിങ്ങൾ പോയി ഭൂലോകത്തെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്നു, എന്നെ രക്ഷകനായി സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് താൻ അവനോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അത്ഭുതകരമായ ഈ പ്രസ്താവന കേട്ട ശിഷ്യന്മാര് ഈ സന്ദേശവുമായി അന്ന് തുടങ്ങിയ പരക്കം പാച്ചിലിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളും ഇവിടെ വന്ന് യേശുവിനെ പ്രസംഗിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ സുനിത വില്യംസിനെയും ബാരിമോറിനെയും കാത്തിരിക്കുന്നത് പോലെ തന്നെ അതിലും വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് യേശു ഈ ഭൂമിയെ സന്ദർശിക്കും. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് കൽപ്പന ചൗളയെയും കൂട്ടരെയും കാത്തിരുന്നു നാം എല്ലാവരും മാറത്തടിച്ച് നിലവിളിച്ച കാര്യം. പ്രിയരെ, കൽപ്പന ചൗളയും ഒരു സംഘവുമായിട്ട് ഈ ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചത് നാം എല്ലാം കണ്ടു. ഇന്നും യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അവളുടെ ഏറ്റവും ഒടുവിലത്തെ 13 നിമിഷങ്ങൾ ഞാൻ ഇന്നലെ കണ്ടു. കൽപ്പന ചൗള തന്റെ സംഘവുമായി മടങ്ങി വന്നു. പക്ഷേ ഭൂമിയെ തൊടുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ കർഷണമുണ്ടായി. ആ വാഹനം പൊട്ടിത്തെറിച്ചു എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന കൊളംബിയ എന്ന് പറയുന്ന ചന്ദ്രവാഹനം ഉരസലുണ്ടായി പൊട്ടിത്തെറിച്ചു. അവിടെ സ്മരണയ്ക്ക് ഒരു റോഡുണ്ട് ഫ്ലോറിഡയിൽ. ഞാൻ അത് പോയി കണ്ടിട്ടുണ്ട്. അവൾ പഠിച്ച സ്കൂൾ ഞാൻ കണ്ടു. ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നും ഒരു പേടി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ട്. നമ്മുടെ സുനിത വില്യം അതീ വരുമോ, എത്തിച്ചേരുമോ? എന്നാൽ അതിലും കൃത്യതയോടെ യേശു പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. സുനിത വില്യംസ് എത്രയും വേഗം വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു വരുന്നതിന് മുൻപുള്ള പല ലക്ഷണങ്ങൾ യേശു പറഞ്ഞത് ഭൂമിയിൽ നിന്ന് മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും യേശു വരും. അതുകൊണ്ട് ഇന്ന് ഈ യേശു കർത്താവിനെ എതിരേൽപ്പാൻ നിങ്ങൾ അവനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു. ഞങ്ങളെ പോലുള്ള ആളുകൾ ലോകം മുഴുവനും നടന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് യേശുവിന്റെ കൽപ്പനയെല്ലാം നിങ്ങൾക്ക് വ്യത്യസ്തമാണ്. സ്നാനപ്പെടണം. അതിനു മുമ്പ് നിങ്ങൾ മാനസാന്തരപ്പെടണം. ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറയണം. തമ്മിൽ റെസ്റ്റിറ്റ്യൂഷൻ, കൊടുക്കൽ വാങ്ങലിൽ എന്തെങ്കിലും പിഴ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പരസ്പരം ഏറ്റുപറഞ്ഞ് പരിഹരിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ നൽകി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതമാണ് യേശു നമുക്ക് തന്നത്. നമ്മുടെ ഈ തൽക്കാലത്തേക്കുള്ള പ്രയാസവും ദുഃഖവും മാറും. ഈ ലോകം മാറാൻ പോവുകയാണ് പ്രിയരെ. നമ്മുടെ ചൗളയ്ക്ക് സംഭവിച്ചതുപോലെ, കൽപ്പന ചൗളയ്ക്ക് സംഭവിച്ച പോലെ ഒന്നും ഈശ്വര സുനിത വില്യംസിനും പാർട്ടിക്കും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് എത്രയോ അല്പകാലം കഴിഞ്ഞു വരുവാനുള്ളവൻ ഒരുവൻ, അവനാണ് the Lord and Savior Jesus Christ. He will return immediately. Prepare to meet him. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരാൻ കാലമായി. ഒരു പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വണങ്ങുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലോക സംഭവങ്ങൾ ഒത്തു എന്ന് വരികയില്ല എങ്കിലും പ്രത്യാശയോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയ കൽപ്പന ചൗളയെ പോലെയല്ല, ഞങ്ങൾ സുനിത വില്യംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാരി വിൽമോറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കൃത്യസമയത്ത് തന്നെ ഭൂമിയെ സ്പർശിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ അവരുടെ വാർത്തകൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവ് ഒരു ദിവസം വേഗം വരും. പ്രശ്നങ്ങളെല്ലാം ലോകത്തിന്റെ അന്നോടുകൂടെ തീരും. പരസ്പര സ്നേഹമില്ലാത്ത സ്വഭാവം, പാരവയ്ക്കുന്നത്. ദൈവമേ, മനുഷ്യനെ പോലെ ഇത്ര പാരവഴിച്ചവന്മാർ ലോകത്തിലുണ്ടോ എന്ന് ചിന്തിക്കുമാറാണ്. തമ്മിൽ രാഷ്ട്രീയ മണ്ഡലത്തിലായാലും ഭൗമിക രംഗങ്ങളിലും ആധ്യാത്മിക വേദികളിലും തന്നെ മനുഷ്യനിങ്ങനെ തമ്മി അസൂയ കൊണ്ട് തലറി മാറുന്ന ഈ കാഴ്ച ദൈവമേ നീ കാണുന്നുണ്ടല്ലോ.
യേശു വന്ന് എല്ലാത്തിനെയും ന്യായം വിധിച്ച് നല്ലൊരു രാജ്യം ഞങ്ങൾക്ക് തരാൻ പോകുന്നു. അവിടെ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവേ, നീയല്ലോ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതിനായി ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ മുൻപോട്ട് വന്ന് ആ ഉപസംഹാരം നടത്തി ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകും. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളെ കർത്താവിന്റെ ദാസനോടെ വിളംബരം ചെയ്ത ആ സത്യസുവിശേഷത്തിന്റെ യാഥാർത്ഥ്യത്തെ കേട്ടവരുണ്ട്, ഗ്രഹിച്ചവരുണ്ട് എന്ന് വിശ്വസിക്കുക. ഞങ്ങൾ അക്ഷരികമായിട്ട് ആരെയും കണ്ടില്ല എങ്കിലും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാലും കേട്ടാൽ അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളുടെ ദൗത്യം ഞങ്ങളിവിടെ പൂർത്തീകരിച്ചു. ഇവിടെയുള്ള ദൈവത്തിന്റെ ജനത്തോട് സംഭാഷിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെല്ലാവരും ചെയ്തു എന്ന് ദൈവം കണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ മധ്യാഹ്ന സമയത്തും കർത്താവേ, 2025 വർഷം ഈ മാർച്ച് മാസം 18 തീയതി മധ്യാഹ്നത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കർത്താവിന്റെ വചനം ഘോഷിക്കുമെന്ന് ഞങ്ങളും ചിന്തിച്ചില്ല. എന്നാൽ കർത്താവെ, ഹല്ലേലൂയ, അവിടുന്ന് ഞങ്ങളെ കൊണ്ടിപ്പോൾ ചെയ്യിച്ചതിനെ ഓർത്ത് പിതാവേ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതിനെ നിനക്കുന്നതിന് അത്യന്തപരമായി ഞങ്ങളെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞു. കർത്താവ്, നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. ഈ ദേശത്തോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വാറൂൺ കവലയോട് ദൈവത്തിന് കാരുണ്യം തോന്നിയിരിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കാലത്ത് കർത്താവ് നിർജ്ജീവമായ വിവിധമായ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് എന്ന് ഞങ്ങൾ അറിയാം. കർത്താവ്, ഞങ്ങളെ കുഞ്ഞുപ്രായങ്ങളിൽ ഘോരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നതായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. എന്നാൽ കർത്താവ്, ഈ കാലഘട്ടത്തിൽ ഈ ദേശത്തോട് ഇത്രത്തോളം കരിഞ്ഞതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പിതാവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഈ അയൽവാസികളാണ്. കർത്താവേ, തമ്പുരാൻ കർത്താവേ, ദേശത്തെ മാനിക്കണമെന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം തിരുമേനിയെടുക്കണം. വീണ്ടും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇവിടെ കടന്നു വരുവാനും വീണ്ടും കർത്താവിന്റെ വചനത്തെ അറിയിക്കുവാനുള്ള ഭാഗ്യവും അവസരവും തിരുമേനി ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളുള്ള പ്രദേശമാണ്, ഞങ്ങളുടെ ചാർച്ചക്കാരുള്ള പ്രദേശമാണ്. ദൈവം പ്രദേശത്തെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ്ഗവും കാവലും ഇപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.